എല്ലാവർക്കും നമസ്കാരം. കസ്യ ദോഷകുലേ നാസ്തി വ്യാധിനാക്കോ ന പീഡിത വ്യസനം കേന ന പ്രാപ്തം കസ്യ സൗഖ്യം നിരന്തരം. നമ്മുടെ ജീവിതത്തിലെ ഒരു വളരെ ലളിതമായ ഒരവസ്ഥ, അല്ലെ എല്ലാവൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. കസ്യ ദോഷകുലേ നാസ്തി, അതായത് ദോഷം കേൾക്കാത്ത അല്ലെങ്കിൽ അപവാദം കേൾക്കാത്ത കുടുംബം ഇല്ല എന്നാണ് പറയുന്നത്. കാരണം ഒരു കുടുംബത്തിൽ പല സ്വഭാവം, അത് അച്ഛനൊരു സ്വഭാവം, അമ്മയ്ക്കൊരു സ്വഭാവം, മക്കൾക്കൊരു സ്വഭാവം, അച്ഛൻ്റെ അമ്മയ്ക്കൊരു സ്വഭാവം, അങ്ങനെ കൂട്ടുകുടുംബ വ്യവസ്ഥയായിക്കോട്ടെ അണുകുടുംബ വ്യവസ്ഥയിലായിക്കോട്ടെ പല സ്വഭാവമുള്ള ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ പല രീതിയിലുള്ള അപവാദം, ഇപ്പോഴത്തെ കാലത്ത് പ്രണയം അല്ലെങ്കിൽ തത്തുല്യമായ കാര്യങ്ങളാണ് ഒരു അപവാദമായിട്ട് ചിന്തിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എന്ത് ചെയ്താലും നല്ല വാദത്തേക്കാൾ ഉപരി അപവാദമായിരുന്നു കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപവാദം കേൾക്കാത്ത ഒരു കുടുംബം പോലും ഇല്ല എന്നും വ്യാധിനാക്കോന്ന പീഡിത എന്നാണ്, അതായത് വ്യാധി അല്ലെങ്കിൽ കഷ്ടകാലം വരാത്ത ഒരു മനുഷ്യനുമില്ല. എല്ലാ മനുഷ്യനും കഷ്ടകാലമുണ്ട്. രാജാവിനായിക്കോട്ടെ, പ്രജകൾക്കായിക്കോട്ടെ, ഇനി ഭിക്ഷക്കാരനായിക്കോട്ടെ, ദൈവത്തിനായിക്കോട്ടെ, ഭഗവാൻ പരമശിവന് വരെ കഷ്ടകാലം ഉണ്ടായിട്ടുണ്ട് എന്നും വ്യസനം കേന പ്രാപ്തം, അതായത് ദുശീലങ്ങൾ ഇല്ലാത്ത ഒരു മനുഷ്യനുമില്ല. ഏതേലുമൊക്കെ തരത്തിലുള്ള വെള്ളമടിക്കുക, പുകവലിക്കുക, കഞ്ചാവ് വലിക്കുക, അതൊന്നുമല്ല ദുശീലങ്ങൾ. ദുശീലങ്ങൾ ദേഷ്യവും എല്ലാം പെടും അതിൻ്റെ അകത്ത് ദുശീലങ്ങളിൽ. അല്ല ധനവ്യവഹാരം ഇത്യാദികളെല്ലാം ദുശീലങ്ങളിൽ പെടാം. അപ്പോൾ ദുശീലങ്ങൾക്കടിമപ്പെടാത്ത മനുഷ്യനുമില്ല. കസ്യ സൗഖ്യം നിരന്തരം, എന്നും സുഖം അനുഭവിക്കുന്ന മനുഷ്യനുമില്ല, അല്ലെങ്കിൽ ഒരു വസ്തുവുമില്ല. ഓരോ വസ്തുവിനും നമ്മളൊക്കെ ചിന്തിക്കും പല പല രീതിയിൽ, പലവർക്കും എപ്പോഴും സുഖമാണ്, എപ്പോഴും സൗഖ്യമാണ്, അവൻ്റെ നിലപാടെന്താ, അല്ല നിലയെന്താണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഓരോരുത്തർക്കും ഓരോരോ അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ തരണം ചെയ്യുമ്പോഴാണ് മനുഷ്യനായി മാറുന്നത്. നമസ്തേ.